തല ചകിടിക്കുമ്പോൾ ചിലതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഹോളി എന്ന് പറഞ്ഞാൽ അത് നിറങ്ങളുടെ ആഘോഷം കൂടിയാണ്. ഹോളിയെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും മിത്തുകളുമൊക്കെ ഉണ്ടാവാം. എന്നാൽ ഇനി നമ്മുടെ നാട്ടിൽ ഹോളി എന്നാൽ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന കൂട്ടുകാർക്കിടയിലും ബന്ധങ്ങൾക്കിടയിലുമൊക്കെ ഒരു തമാശ നിറഞ്ഞ ആഘോഷമാണ്. 2025 മാർച്ച് മാസം 13-14 ദിവസങ്ങളിലായിരുന്നു ഹോളി ആഘോഷം. എങ്കിലും നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള മാർച്ച് മാസത്തിലെ ഒരു ദിവസം ഇത്തരത്തിൽ ചായങ്ങൾ പൂശിയും കളറെറിഞ്ഞുമൊക്കെ ഹോളി ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് പഴയൊരു ആഘോഷത്തെക്കുറിച്ചാണ്, പഴയൊരു ഹോളി ആഘോഷത്തെക്കുറിച്ചാണ്. ഇന്ന് നമുക്കൊരിക്കലും സങ്കല്പിച്ച് നോക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞത്, തല ചകിടിക്കുമ്പോൾ ചിലതൊക്കെ ഓർക്കുന്നത് നല്ലതാണ് എന്ന്. വീഡിയോ കാണാം. ആദ്യത്തെ എക്സ്പീരിയൻസാ. ധാരാളം പത്രത്തിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പം ഡൽഹിയിലെ ഹോളിയാണെന്നറിയാം. എന്നാലും ഇന്നായിരിക്കും സൗകര്യമായിട്ട് ഇവിടെ വന്ന് ചർച്ചയൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം പിന്നെ കേരള ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് വന്ന് ഇതൊക്കെ ഏറ്റുവാങ്ങിയേച്ച് ഒന്ന് തയ്യാറായിട്ടൊക്കെ പോയാൽ എന്താണെന്ന് ആലോചിച്ചു. കാരണം അധിക സമയത്ത് ഇരിക്കാനും പറ്റുകയില്ല. മുന്നോട്ട് പോലെ ഇനി ഇറങ്ങി ഈ ലിസ്റ്റിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റ് നല്ലത്. ഞാന് ഒരു ദിവസത്തേക്ക് ഒരു ഷർട്ട് വെച്ചേ കൊണ്ടുവന്നിട്ട് പോകുമ്പോൾ അതാ ഒരെണ്ണം പോയാൽ അതായത് ഇപ്പൊ എത്ര ഷർട്ട് ഉണ്ട് കയ്യില്? ഞാന് 3 ഷർട്ടുമായിട്ട് അല്ല ഇന്നും നാളെ ഇങ്ങോട്ട് പോകണല്ലേ. ഇത് എൻ്റെ ജീവിതത്തിലൊരു ആദ്യത്തെ അനുഭവമാണ്. ഹോളി ആഘോഷത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, പടങ്ങളിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് അനുഭവം. അപ്പം ഞാൻ ഇത്രയും നേരം മുറിക്കകത്ത് ഒന്നിരുന്ന് നോക്കി ഇതിൽ പെടാതെ രക്ഷപ്പെടാൻ പറ്റുമോ. അപ്പോൾ ഒരു നിവൃത്തിയില്ലെന്ന് കണ്ടുകൊണ്ട് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഏതായാലും എല്ലാം ഏറ്റുവാങ്ങി ഇനിയും ഡ്രസ്സൊക്കെ മാറി പുറത്ത് പോകണം. ഇനി അപകടം ഉണ്ടാവില്ല എന്ന് വേണം വിശ്വസിക്കാൻ. നിസ്സംശയം പറയാം, ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത വ്യക്തിത്വം. ഒരു ജനപ്രതിനിധി യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ദാസനാണ് എന്ന് വിളിച്ചു പറയാതെ ജീവിതം കൊണ്ട് കാട്ടിക്കൊടുത്ത വ്യക്തി. പേര് ഉമ്മൻചാണ്ടി. അധികാര സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യമുണ്ട്. അധികാരം എന്നത് അത് എക്കാലത്തും സേവനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. നോമ്പ് കാലമാണ്, പെസഹായിലേക്ക് ഇനി അധിക നാളുകളില്ല. പാദങ്ങളോളം ചെറുതാവാൻ മാതൃക കാട്ടിയത് ദൈവം തന്നെയാണ്. അധികാരം ഹുങ്കായി മാറുന്ന നാട്ടിൽ ജനങ്ങളുടെ തോളിൽ കൈയിട്ട് ജനങ്ങളോടൊപ്പം സല്ലപിച്ച് പൊട്ടിച്ചിരിക്കാനും തമാശ പറയാനും പഠിച്ച അങ്ങനെയുള്ള ഒരു ഭരണാധികാരി നമുക്കുണ്ടായിരുന്നുവെന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും.